Hello, welcome to this program. ഇപ്പോൾ just now I just say about a Malayalam verse which will be helpful for all who knows knowing that Malayalam. Tamil if I say somebody can understand. So it's different verse but explain. Psalms 61 verses 1 സങ്കീർത്തനം 61 ഒന്നാം വാക്യം. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നമ്മുടെ നിലവിളി ആരോടാണ്? മനുഷ്യരുടെ മുൻപാകെ പോയി പറഞ്ഞാൽ അവർ ചിരിക്കും. അവർ അതിന് സൊല്യൂഷൻ കൊടുക്കത്തില്ല. നമ്മളെക്കാൾ നല്ലതായിട്ട് ആരെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കുമോ? നമ്മുടെ കഷ്ടതയിലും പ്രയാസത്തിലും പോകുമ്പോൾ ആരും തരത്തില്ല. ബൈബിളിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളോട് പറയാം, അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ നിലവിളി കേൾക്കണമേ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായത്. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ. ആരാ പുതിയ നിയമത്തിൽ കടന്ന് നിലവിളിച്ചെന്നറിയാമോ? ബത്ലഹേമായി കണ്ണില്ലാതെ കുരുടൻ. അവൻ കടന്ന് നിലവിളിച്ച്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ യേശു അവിടെ എത്തിക്കഴിഞ്ഞു. ശിഷ്യന്മാരെല്ലാം വിലക്കി, വേണ്ട വേണ്ട വിട്ടേരെ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ യേശു ആ ശബ്ദം കേട്ട് വന്ന് കണ്ണു തൊട്ട് സുഖമാക്കി എന്ന് ആരോടും പറയല്ലേ എന്നും പറഞ്ഞു. നല്ല ബത്ലഹേമേ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഇതുപോലെ നിലവിളി, ദൈവത്തിൻ്റെ നിലവിളി. ഹാഗാർ നിലവിളിച്ചു, മരുഭൂമിയിൽ നിലവിളിച്ചു. ഹാഗാർ നീരുറവ തുറന്നു കൊടുത്തു. ഇസ്മായേലിൽ നിറഞ്ഞ് ഒരു കുട്ടിയെ ജനനം നൽകി. അതായത് ബൈബിളിൽ പറയുന്നത് നിലവിളി ആരൊക്കെ നിലവിളിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിലവിളിയുണ്ട്. ആ നിലവിളി യേശു മാത്രമേ കേൾക്കുകയുള്ളൂ. നമ്മുടെ സഖി യേശു മാത്രം. യേശുവിനായി ജീവിക്കുക, യേശുവിനെക്കുറിച്ച് പറയുക. യേശുവിൻ്റെ വരെ വളരെ അടുത്തായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന യേശുവിനെ ശ്രദ്ധിക്കണമേ എന്ന് നമ്മൾ പറയാം. നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന് യേശുവേ എന്ന് പറഞ്ഞ് ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിങ്ങും വേണം. ദ ബാപ്റ്റിസം ഓഫ് ഹോളി സ്പിരിറ്റ്, ദ ട്രിനിറ്റി ഗോഡ് വി സെർവ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും നിലവിളി കേൾക്കുമ്പോൾ അത് അറിഞ്ഞ് നമ്മൾ അവർക്ക് സഹായമായിരിക്കണം. നമ്മൾ മറ്റുള്ള ഹെൽപ്പ് ചെയ്യണം. ട്രൈ till you reach the goal. Thank you.